ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ സക്സസ് ആകുക എന്നത് കുറച്ച് ഡിഫിക്കൽട്ടുമാണ്. നന്നായി പഠിക്കുന്ന പല സ്റ്റുഡൻസുകളുടെയും എക്സാം റിസൾട്ട് വരുമ്പോൾ മാർക്ക് വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. ബട്ട് അവർ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരിൽ ഇത്ര മാർക്ക് കുറയുന്നത്? അതിന് പരിഹാരമാകുന്നതും പഠനത്തിൽ സക്സസ് ആകാനുമായിട്ടുള്ള 3 ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടിപ്പ് നമ്പർ 1, കോൺസെൻട്രേറ്റ് ആയിരുന്നു പഠിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നമ്മളിൽ പലരും പഠിക്കുമ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ കുറേ സമയമെടുത്തായിരിക്കും പഠിക്കുന്നത്. അത് നമ്മളിൽ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് മറ്റു പല ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിക്കേണ്ടുന്ന പല വിഷയങ്ങളും പഠിക്കാനായിട്ട് നമ്മൾ കുറേ സമയം എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് നമ്മളിൽ സമയനഷ്ടം കൂടി വരുത്തുന്നുണ്ട്. സോ കോൺസെൻട്രേറ്റ് ആയിരുന്നു പഠിച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് കഴിയും. ടിപ്പ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പഠിക്കുന്ന ഏതൊരു കാര്യവും മനസ്സിലാക്കി തന്നെ പഠിക്കുക. പലരിലും കണ്ടുവരുന്ന ഒരു രീതിയാണ് കാണാപ്പാഠം പഠിക്കുക എന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. ഇങ്ങനെ പഠിച്ച എക്സാമിന് പോയാൽ പല കാര്യങ്ങളും ഓർമ്മയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ പറയും, നന്നായി പഠിച്ച എക്സാമിന് പോയതായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഓർമ്മയിൽ കിട്ടിയില്ല, എനിക്ക് അതുകൊണ്ട് തന്നെ ഒന്നും എഴുതാനും സാധിച്ചിട്ടില്ല. ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇതൊരു എഫക്റ്റീവായ മെത്തേഡല്ല. അതിനാൽ കാണാപ്പാഠം പഠിക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. മനസ്സിലാക്കി പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ ലോങ് ടൈം മെമ്മറിയിൽ ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ടിപ്പ് നമ്പർ 3, പ്രാക്ടീസ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പരീക്ഷകളിൽ നല്ല മാർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വിദ്യാർത്ഥി അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ. റിസർച്ച് അനുസരിച്ച് ആഴ്ചയിൽ 2-3 തവണ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് സ്ഥിരമായി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച ഗ്രേഡുകൾ നേടാനായിട്ട് കഴിയും. അതിനാൽ നമ്മൾ വിജയിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് റിവിഷൻ നടത്തുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ മോഡൽ എക്സാം ഒക്കെ എഴുതി ശീലിക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനാകും, നല്ല കോൺഫിഡൻസിൽ പോയി എക്സാം എഴുതാനാകും. ഇതിലൂടെ നമുക്ക് നല്ല മാർക്ക് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും ചെയ്യും. അതുകൊണ്ട് ഈ 3 ടിപ്സുകളും നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനാകും. Never lose hope and keep on working. Thank you for watching. Have a nice day.